Evaluate determinant equal to 0 sin alpha minus cos alpha minus sin alpha 0 sin beta cos alpha minus sin beta 0. ഇതൊരു 3/3 മെട്രിക്സ് ആണ്. 3/3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു നമ്മൾ എന്താ ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു റോയോ കോളോ സെലക്ട് ചെയ്യുക, അതിന് നേരെയുള്ള റോയും കോളവും ക്യാൻസൽ ചെയ്യുക. ഓരോ എലിമെൻറ്റിനെ സെലക്ട് ചെയ്തിട്ട് അതിന് നേരെയുള്ള റോയും കോളവും ക്യാൻസൽ ചെയ്യുക, ബാക്കിയുള്ളതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് മൈനസ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് എലിമെൻറ്റ് 0യെ കൺസിഡർ ചെയ്തു. 0 അതിന് നേരെയുള്ള റോയും കോളവും കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും, 0 സൈൻ ബീറ്റ മൈനസ് സൈൻ ബീറ്റ 0. ഇനി പ്ലസ് മൈനസ് പ്ലസ് ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഡിറ്റർമിനൻ്റ് എടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വൺ മൈനസ് സൈൻ ആൽഫ, സെക്കൻഡ് എലിമെൻറ്റ് സൈൻ ആൽഫ ഉണ്ട് മൈനസ് സൈൻ ആൽഫ. അതിന് നേരെയുള്ള റോയും കോളവും ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും, മൈനസ് സൈൻ ആൽഫ സൈൻ ബീറ്റ കോസ് ആൽഫ 0 പ്ലസ് ഇവിടെ മൈനസ് കോസ് ആൽഫയാണ്, അത് തന്നെ എടുത്തു, മൈനസ് കോസ് ആൽഫ. അതിന് നേരെയുള്ള റോയും കോളവും കളഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ ആൽഫ 0 കോസ് ആൽഫ മൈനസ് സൈൻ ബീറ്റ. ഇനി ഇത് 0 എലമെൻ്റ് ആയതുകൊണ്ട് ഇതിന് മൊത്തത്തിൽ ഈ ടൈം മൊത്തത്തിൽ 0 ആയപ്പോൾ നമുക്ക് അതിനോട് 0 എഴുതാം. 0 മൈനസ് സൈൻ ആൽഫ ഇൻറ്റു ഇതിനെ തമ്മിൽ ചെയ്യുമ്പം മൈനസ് സൈൻ ആൽഫ ഇൻറ്റു 0 0 മൈനസ് കോസ് ആൽഫ ഇൻറ്റു സൈൻ ബീറ്റ, കോസ് ആൽഫ സൈൻ ബീറ്റ മൈനസ് കോസ് ആൽഫ ഇൻറ്റു മൈനസ് സൈൻ ആൽഫ മൈനസ് സൈൻ ബീറ്റ എന്തായിപ്പോൾ പ്ലസ് സൈൻ ആൽഫ സൈൻ ബീറ്റ. ഈ ടൈം എന്താവും 0 ആവും. കോസ് ആൽഫ ഇൻറ്റു 0 0 ഈക്വൽ ടു 0. ഇതിനകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ മൈനസ് സൈൻ ആൽഫ മൈനസും കൂടെ ചേർന്ന് പ്ലസ് സൈൻ ആൽഫ കോസ് ആൽഫ സൈൻ ബീറ്റ മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ സൈൻ ബീറ്റ. നോക്കിക്കേ, ഇവിടെ പ്ലസ് സൈൻ ആൽഫ കോസ് ആൽഫ സൈൻ ബീറ്റയും ഇവിടെ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ സൈൻ ബീറ്റയുമാണ്. അത് തമ്മിൽ മൈനസ് ആയിപ്പോയി 0 ആവും.